ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലൊരു മന്തി തയ്യാറാക്കുന്ന റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കൊരു ഷവായി മന്തി എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയുള്ളി, മല്ലിച്ചപ്പ്, പുതിന, ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇതൊക്കെ കൂടിയിട്ട് നന്നായി അടിച്ചെടുക്കുക കേട്ടോ. ഇത് ഒന്നായിട്ടും അടിച്ചെടുക്കാം, വേറെയായിട്ടും അടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതൊരു കുക്കറിലിട്ടിട്ട് ഒരു തുള്ളി വെള്ളം പറഞ്ഞിട്ട് ഒരു വിസിൽ വരാത്ത വിധം വേവിച്ചെടുക്കാം. ആ സമയമായി നമുക്ക് മന്തി റൈസ് ഇടാനുള്ള വെള്ളം പട്ട, ഗ്രാമ്പൂ, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ ക്യാപ്സിക്കം, ചിക്കൻ മാഗ്നേറ്റും ഉണക്കനാരങ്ങിയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ചിക്കൻ എടുത്ത് അതിലിട്ട് പോയിക്കാം. വെള്ളം തിളക്കുമ്പോൾ അരിയിട്ട് കൊടുക്കാം. പിന്നെ അത് എന്തായാലും പെട്ടെന്ന് ഊറ്റിയെടുക്കാം. അതുപോലെ ചിക്കൻ ഇപ്പോൾ ഇവിടെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ അടിയിലുള്ള മസാലയ്ക്ക് നമുക്ക് മാറ്റി വെച്ചാൽ ചോറിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് നടുവിലായിട്ട് ഒന്ന് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ ശേഷം മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞ വെള്ളം, പിന്നെ ഒരു ചുവപ്പ് കളറുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ തീ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഇട്ടിട്ട് അത് വേഗം പെട്ടെന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ മണം വരണം. നല്ലൊരു കനം വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വേണ്ടിയിട്ട് നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി മന്തിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. താങ്ക് യു.